എന്തിനമ്മ ഇപ്പൊ ഇവിടെ വരാനുള്ള കാരണം എന്താണ്? എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ആരെ? ദിലീപേട്ടന്. ആ ചേട്ടാ ദിലീപേട്ടനാണ് വീട് വെച്ചൊക്കെ മിണ്ടില്ലാതെ ആരോടും അവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് ഈ സൂത്രധാരനായിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള ദിലീപിനെ എതിർക്കുവാൻ അവന് അല്ലെങ്കിൽ അവരൊരു വഷളനാണെന്നുള്ളൊരു ഫീലിംഗ് അവൻ. എന്തായാലും ദിലീപേട്ടന്റെ കാര്യത്തിൽ എന്റെ ഇത് സ്ട്രോങ് ഇത് തന്നെയാണ്. ഞാൻ പണ്ടും ഇപ്പോഴും പറയുന്നത് ഈ ഒറ്റ ഒരു കാര്യം തന്നെ. 12/2/2012 ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അന്നാണ് ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ, ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല, ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ്, ദിലീപിൻ്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത്. അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു. അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത്. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. എവിടുന്നോ ഒരു കോടതി വിധി ഒപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ കേരളം ആകെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കും. അയ്യോ ഞങ്ങളുടെ ജനപ്രിയ നേതാവ്. ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി പുറത്തുവിട്ട് ഇന്നേ ദിവസം പാസ്പോർട്ട് വരെ തിരിച്ചു കൊടുക്കാനുള്ള വിധി വന്നിട്ടുണ്ട്, സിനിമയുടെ പ്രൊമോഷനായിട്ട് വിദേശത്ത് പോകാനായിട്ട്. ഈ ഒരു അവസ്ഥയിൽ വന്നു നിൽക്കുമ്പോഴും കോടതി വിധിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും പല വ്യക്തികളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരയെ സംബന്ധിച്ച് ഇരയുടെ കാര്യങ്ങൾ പുറത്തുവിട്ടെന്നും ഈ കേസിനെ വ്യതിചലിക്കുന്ന രീതിയിലെന്ന് പറയത്തക്ക രീതിയിൽ ഇരയുടെ കൂടെ നിൽക്കുന്നവരെ പ്രതി ചേർക്കുന്ന രീതിയിൽ പല ആൾക്കാരും വീഡിയോസ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർക്കെതിരെ വ്യക്തമായിട്ട് പരാതി കൊടുക്കുകയും അവരെ പൊക്കാനും ആ വീഡിയോ റിമൂവ് ചെയ്യാനുമുള്ള ആ ഒരു ഉന്മേഷം നല്ല രീതിയിൽ ജനങ്ങൾ കാണുന്നുണ്ട്. എന്നിരുന്നാൽ ഈ കോടതി വിധിയെ മാനിക്കാതെ ഇപ്പോഴും ഈ വിധിക്ക് എതിരാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളതെന്നും ഈ ഒരു കർമ്മത്തിനകത്ത് വ്യക്തമായ പങ്ക് ദിലീപിനുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുക മാത്രമല്ല, അതിന്റെ പങ്ക് കണ്ണുകൊണ്ട് കണ്ട രീതിയിൽ പല വ്യക്തികൾ, ഈവൻ മീഡിയ അടക്കം പല ജനങ്ങളടക്കം ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ സിനിമ അല്ലെങ്കിൽ ജീവിതത്തെ വരെ അവസാനിപ്പിക്കുന്ന രീതിയിൽ കിടന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ആർക്കും എതിരെ ഒന്നും കേസ് എടുക്കണ്ടേ? ഇവർക്കെതിരെ ആർക്കും സംസാരിക്കണ്ടേ? ഇവരെ ഒന്നും പിടിച്ച് ജയിലിൽ അടക്കണ്ടേ? ജാമ്യമില്ല വകുപ്പിലൊന്നും ഇവർക്കെതിരെ കേസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുവാണ് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഇരുട്ടാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി കാണിക്കുമ്പോഴത്തേന് കണ്ണ് തുറന്നിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ടല്ലോ. അവർക്ക് ഇതിനകത്ത് വ്യക്തമായ സത്യം എന്തുവാണെന്നും കോടതി വിധി ഏത് രീതിയിൽ എടുക്കണമെന്നും വ്യക്തമായിട്ട് അറിയാമല്ലോ. ഈ വീഡിയോ കാണുന്നവർ വ്യക്തമായിട്ട് നിങ്ങൾ കാണുക. ഇതിനകത്ത് പല വ്യക്തികളുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്നും ജയിലിൽ നിന്നും വന്നതിന് ശേഷം രാഹുൽ ഈശ്വർ കൊടുത്തൊരു പ്രസ് മീറ്റിനകത്ത് കുറച്ചധികം ജെനുവിൻ പോയിന്റ്സ് പറയുന്നുണ്ട്. അതുപോലുള്ള ജെനുവിൻ പോയിന്റ്സ് ആണ് എന്നെ പോലുള്ള പല വ്യക്തികളെ ഈ ഒരു കേസിൽ ദിലീപ് ഇതിനകത്ത് കുറ്റവിമുക്തനാണ് എന്ന് പറയാനിടയുണ്ടാക്കിയ സാഹചര്യങ്ങൾ. അതിനുശേഷം അതിനകത്ത് തന്നെ ലാല് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ആ വോയിസ് ക്ലിപ്പ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താം. ലാല് അത്തരത്തിലൊരു വോയിസ് ക്ലിപ്പ് ഇവിടെ സംസാരിക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്താ, അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്നും അതെല്ലാം ഈ വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമേ ഈ ഒരു സിനിമ ബസ്സിലിടരുതെന്ന് പറഞ്ഞൊരു ചേച്ചി കിടന്ന് വിപ്ലവം സൃഷ്ടിച്ചായിരുന്നല്ലോ. ഇപ്പൊ ഈ ചേച്ചി ഇതിന്റെ ഭാഗമായിട്ട് ഫേമസിലേക്ക് വളരാനുള്ള പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നെഗറ്റിവിറ്റി പറയുന്നവരുടെ എല്ലാം പ്രഥമ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മുഖാന്തരം എങ്ങനെയെങ്കിലും റീച്ചിലേക്ക് എത്തുക. ഈവൻ ഈ ഭാഗ്യലക്ഷ്മി കാണിക്കുന്ന ഉടായ്പ പരിപാടികളെ സഹിതം ഇത് തന്നെയാണ്, ജനശ്രദ്ധ പിടിച്ചു പറ്റുക. അതിന് വേണ്ടിയിട്ട് ഇരയ്ക്കൊപ്പം നിൽക്കുക. ചെല്ലു വല്ല മണ്ണിരയുടെ കൂടെ പോയി നിൽക്കുന്നതായിരിക്കും ഇതിൽ നല്ലൊരു കാര്യം. അവൾക്കൊപ്പം നിൽക്കുന്നതിന് പകരം അവനൊപ്പമാണ് നിൽക്കുന്നത്. അവന്റെ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമ പറക്കും തളിക പ്രദർശിപ്പിച്ചുകൊണ്ട് ജനപ്രിയത തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് അന്നേരം അങ്ങനെയാണ് ഇത് മനസ്സിൽ വന്നത്. നടിക്കുണ്ടായ ദുരനുഭവത്തിന് ശേഷം ദിലീപിന്റെ ഒരു സിനിമയും കാണത്തില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ മാത്രമല്ല. ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് അവനൊപ്പം നിൽക്കുവാണെന്ന് കാണിക്കാനുള്ളത് എടുക്കുവാണെന്ന്. ഒരു സിനിമ ഒരു ബസ്സിനകത്ത്, അത് ഗവൺമെന്റ് ബസ്സിനകത്ത് ഒരു സിനിമ ഇട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണോ? TV ചാനൽ അങ്ങനെയാണെങ്കിൽ സൂര്യ TVയിൽ നിങ്ങൾ ഈ സിനിമ ഇടുവാണെങ്കിൽ നിങ്ങൾ അതിന് പറയില്ല അവർ ഇരയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നില്ല, അവനൊപ്പം നിൽക്കാൻ വേണ്ടി നോക്കുന്ന പരിപാടിയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂർന്ന് നടക്കാൻ പറ്റത്തില്ല. ഈ സിനിമ ഇറങ്ങിയ ശേഷം മുതൽ ഉള്ള വാൾ പോസ്റ്റർ, മതിലും, TV, ഫോൺ എല്ലാം തുറന്നാൽ ഈ സിനിമയെ പറ്റിയാണല്ലോ കാണുന്നത്. അപ്പൊ എന്തോ ചെയ്യും? ഇവരെല്ലാം ഈ ഇരയ്ക്കൊപ്പം നിൽക്കാതെ അവനൊപ്പം നിൽക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണെന്നോ? അത്യാവശ്യം കോമൺ സെൻസോടുകൂടി സംസാരിക്കുക സ്ത്രീയെ. എന്റെ ഫാമിലിയും അപ്പം എനിക്ക് സ്വാധീനിക്കാൻ കഴിയാവുന്നവരോടെല്ലാം ഞാനത് പലതവണ സംസാരിച്ചിട്ടുള്ള. അതുകൊണ്ട് അതിന് ബാക്കിൽ അവൾക്കൊപ്പം ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഹാഷ്ടാഗ് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇവർക്ക് വേണ്ടി റീച്ചിന് വേണ്ടിയിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം ഇത് മുതലെടുക്കുന്നതായിട്ടാണ് ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ ആരുടെ പടം അവിടെ വെച്ചേക്കുന്നത്? ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസത്തിന്റെ പടമാണെന്ന് തോന്നുന്നല്ലോ. അവൾക്കൊപ്പം നിൽക്കുന്നതിന് അവള് ഇതെന്ത് സംഭവം? ഇതെന്തോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ യുക്തി എന്തോ ഇതിനകത്ത്? മഞ്ഞ കളറുണ്ട്, ചുവപ്പ് കളറുണ്ട്. ചുമപ്പ് മറ്റേ അഗാധമായ വേദനയായിരിക്കും. മഞ്ഞ എന്തോ ആയിരിക്കും? മഞ്ഞ എന്തുവാ? മഞ്ഞ ഇരയാണോ അതോ ഇലയാണോ? എനിക്കറിയാം, തണ്ടായിരിക്കും.
സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് ഈ സൂത്രധാരനായിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള ദിലീപിനെ എതിർക്കുവാൻ അവന് അല്ലെങ്കിൽ അവരൊരു വഷളനാണെന്നുള്ളൊരു ഫീലിംഗ് അവന് വന്നു എന്നുള്ളത് തന്നെ അത് വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നു. ആ മോന് ഞാൻ ഇറങ്ങി പോന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നിരാശ ഉണ്ടായേനെ. ഞാൻ അവിടെ ശക്തമായിട്ട് നിന്ന് ഞാൻ ഒറ്റയ്ക്കല്ല അവരെല്ലാം സംഘടിപ്പിച്ച് പ്രതിഷേധിച്ചു എന്നുള്ളത് എൻ്റെ മോന് ഞാൻ കൊടുത്ത മാതൃകയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. സാമൂഹ്യ ബഹിഷ്കരണം ദിലീപിന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം നിങ്ങൾ ഇതേ ചേച്ചി തന്നെയാണ് വേറൊരു മീഡിയക്കകത്ത് പറഞ്ഞത്. ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത് വെച്ചാനാം. മകൻ അമ്മയോട് ചോദിക്കുന്നു, അമ്മേ ഈ വഷളന്റെ സിനിമ എന്താ അമ്മേ സിനിമ എവിടെ ബസ്സിൽ ഇട്ടേക്കുന്നതെന്ന്. അപ്പോഴത്തേന് അതേ മോനെ ഈ വഷളന്റെ സിനിമ എന്തിനാണ് ഇട്ടിരിക്കുന്നത്? ഞാൻ കണ്ടക്ടറോട് ഉന്നയിച്ചു, ഹേയ് കണ്ടക്ടർ എന്തിനാണ് ഈ വഷളന്റെ സിനിമ ഇട്ടിരിക്കുന്നതെന്ന്. എന്നാ ഇപ്പൊ ചേച്ചി എന്താ പറഞ്ഞത്? എനിക്കിത് കണ്ടപ്പോഴത്തേന് ഈ വഷളന്റെ സിനിമ എന്തിനാ ഇട്ടേക്കുന്നത്? ചേച്ചി ഏതെങ്കിലും ഒരു സാധനം തുറച്ചിരിക്കണം. കള്ളത്തരങ്ങളായിരിക്കും നമ്മൾക്ക് 1, 2, 3 വട്ടം ഉണ്ടാക്കാനായിട്ട് കഴിയൂ. പക്ഷേ സത്യസന്ധമായ കാര്യമാണെന്ന് ഒരു വട്ടമേ കാണത്തുള്ളൂ. അത് തന്നെ ആയിരിക്കും റിപ്പീറ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്തെ സംഭവം കണ്ടതാണ്. എറണാകുളത്ത് ഒരു ക്ഷേത്രത്തിൽ ദിലീപ് പോകുന്ന ക്ഷേത്രത്തിലെ രസീത് വിതരണത്തിന്റെ ഉദ്ഘാടനം ദിലീപിനെ കൊണ്ട് വെച്ചു. അവിടുത്തെ സ്ത്രീകൾ ശക്തമായി പ്രതികരിച്ചു. ആ ഇത് മാറ്റിവെച്ചു. ഞാൻ പിന്മാറിയെന്നാണ് ദിലീപ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, അവിടുന്ന് അവരെ പിന്മാറ്റുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സ്ത്രീകൾ ചെയ്തത്. അപ്പം അതേപോലെ തന്നെ ഈ നിഷ്ഠൂരനായ നികൃഷ്ടനായ ഈ മനുഷ്യന്റെ സിനിമ വരുന്ന സിനിമകളാണെങ്കിലും അത് പൂർണ്ണമായും അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇതൊരിക്കലും ദിലീപ് വിരോധിയല്ല, ഇതൊരു പുരുഷ വിരോധിയായിട്ട് എനിക്ക് ഈ സംഭാഷണത്തിലൂടെ മനസ്സിലാവുന്നത്. ഇവർ വ്യക്തമായ അതായത് ഈക്വൽ ആയിട്ട് കാര്യങ്ങൾ തിരക്കി അന്വേഷിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കോടതി ചുമ്മാ വന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് ദിലീപ് കുറ്റവിമുക്തനാ നിങ്ങൾ ഇറങ്ങിക്കോ, ഓക്കെ എന്നാ കോടതി കേൾക്കുന്നു. ആ ശരി, അവര് വന്ന് പറഞ്ഞല്ലോ, ഒരുപാട് സമൂഹത്തിൽ വലിയ നിലയിലും വിലയിലുള്ള ആൾക്കാരെ വന്ന് പറഞ്ഞു അവർ കുറ്റവിമുക്തനാണ്. അപ്പൊ അവനില്ല അതിനകത്ത് ഇറങ്ങിയോ ദിലീപില്ല ഈ കേസിൽ. എന്തോ ഇത് വെള്ളരിക്കാപ്പെട്ടണോ നാട്ടുകൂട്ടോ? അങ്ങനെയാണ് ഇറക്കി വിട്ടത്. തെളിവിന്റെ ഒരു കണിക പോലും ദിലീപിലേക്ക് കണക്ട് ചെയ്യുന്ന സാധനം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കിന് ആദ്യകാലത്ത് ദിലീപിന്റെ കൂടെ പൾസർ സുനി നിൽക്കുന്ന ഫോട്ടോ എന്നും പറഞ്ഞ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചെടുത്തത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത തെളിവുകളുമാണ് ഈ ഒരു വ്യക്തിക്ക് നേരെ ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത്. അന്ന് പ്രചരിപ്പിച്ച ഫോട്ടോ ഫൈസലോ അങ്ങനാണ്ട് പറയുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുത്തിട്ടാണ് അയാൾ അവസാനം വന്നിട്ട് മാധ്യമത്തിന് മുന്നിൽ വന്ന് പറഞ്ഞ് എന്റെ ഫോട്ടോയാണ് പൾസർ സുനിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് ദിലീപിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന്. പൾസർ സുനി ആരെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ച് ജീവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവനകത്താ. കാരണം ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. ആ സിറ്റുവേഷൻ വ്യക്തമായിട്ട് ഈ ഒരു വ്യക്തിയിലേക്ക് അങ്ങ് ക്രോഡീകരിച്ച് അവസാനിപ്പിച്ച് അതാണ് ഈ വരും ദിവസങ്ങളിൽ പല വ്യക്തികൾ അവരുടെ ഭാഗത്തുള്ള തെളിവുകളും ഇപ്പം കേസിന് ആസ്പദമായിട്ടുള്ള കേസിന്റെ വിധി പുറത്തു വരുന്നതിന് ശേഷം അത് വായിച്ചു നോക്കി കൃത്യമായിട്ട് അത് അവലോകനം ചെയ്യുന്ന വ്യക്തികളും പുറത്ത് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്കാർക്കും എരയോടൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ലേ? എല്ലാവർക്കും എരയോടൊപ്പം നിൽക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിലെല്ലാം വ്യക്തമായി പറയുന്നത് ദിലീപ് കുറ്റക്കാരനല്ല, ഗൂഢാലോചന നടത്തിയത് മറ്റൊരു വ്യക്തിയാണ്. ആ ഒരു മറ്റൊരു വ്യക്തി ആര് അത് വ്യക്തമായിട്ട് അറിയാനാണ് നമ്മളെപ്പോലുള്ള ഒരുപാട് ജനങ്ങൾ ഇപ്പം നിലവിൽ നിൽക്കുന്ന ഒരു കാര്യം. ഇനി രാഹുൽ ഈശ്വർ പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. അതിന്റെ കൂടെ തന്നെ ലാലിന്റെ ഒരു ടോപ്പിക്ക് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുന്നതായിരിക്കും. 26 പേരുടെ മൊഴി മാറ്റി എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ മീഡിയയെ പറ്റിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങളെ പോലീസുകാരല്ല സിസ്റ്റം പറ്റിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാവ്യാമാധവൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തു? സ്വന്തം ഭാര്യയായ കാവ്യാമാധവൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? നാദിർഷ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? സിദ്ദിഖ് ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? ദിലീപിന്റെ സഹോദരൻ ദിലീപിനെതിരെ മൊഴി കൊടുത്തോ? 26 പേർ കേട്ടാ തോന്നുന്നു എന്തോ വലിയ സംഭവം ഉണ്ടായി. അതെ, ഈ 26 പേരിനകത്ത് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഉണ്ട്. ദിലീപുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഇത്രയും വ്യക്തികൾ, അതായത് ദിലീപിന്റെ ഭാര്യ ഉൾപ്പെടെ ഉള്ള വ്യക്തികളാണ് മൊഴി മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മാധ്യമത്തിൽ വന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കും ഇതിനോട് തോന്നി, ഇവര് മൊഴി മാറ്റിയോ? അല്ല, അവരങ്ങനെ അവനെതിരെ മൊഴി കൊടുത്തോ? ഒപ്പം സ്വാഭാവികം. ഇപ്പൊ എന്റെ ഭാര്യയോ അല്ലെങ്കിൽ എന്റെ അമ്മയോ അച്ഛനോ എനിക്കെതിരെ മൊഴി കൊടുക്കുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു ഡൗട്ടില്ലേ? എന്റെ കൂട്ടുകാരൻ എനിക്കെതിരെ ഒരു മൊഴി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഡൗട്ടില്ലേ? അയ്യോ അവൻ ഇവന്റെ കൂട്ടുകാരനല്ലായിരുന്നു, അവനെതിരെ തിരിഞ്ഞ് സംസാരിച്ചോ? അങ്ങനെ സംസാരിക്കേണ്ട സാഹചര്യം ഒപ്പം ഉണ്ടോ? നമ്മൾ അതിനെ അന്ന് എതിർത്ത് സംസാരിച്ചില്ല. കാരണം എന്താ? നമുക്കെന്ന് എതിർക്കാൻ പറ്റത്തില്ല, നമ്മളന്ന് എതിർത്തില്ല. കാരണം ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും അവർ ദിലീപിനെതിരെ മൊഴി കൊടുത്തത് എന്നായിരിക്കും ഈ നാട്ടിലെ 3.5 കോടി ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും സംസാരിക്കാതെ വിട്ടത്. എന്നാൽ ഇപ്പം ഈ വിധി വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇതെല്ലാം ഉൾട്ടയായത്. ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിന്റെ തെളിവുകൾ എന്തെന്ന് വിശകലനം ചെയ്ത് അരിച്ചെടുത്ത് സംസാരിക്കാനായിട്ട് കഴിഞ്ഞത്. 26 പേർ അവര് മാറി പറ്റിക്കുകയാണ്. അതായത് ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കണം. അർത്ഥസത്യങ്ങൾ വെച്ച് പിറ്റിക്കാൻ. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കൺവിൻസ് ആകുന്ന നമ്മളെ ബന്ധപ്പെടാത്തൊരു ഉദാഹരണം പറയാം. ഈ 26 പേരിലെ ഞാൻ വായിച്ചതാ, ഞാൻ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല. 26 പേര് കാവ്യയില്ലേ? ശരി, കാവ്യുണ്ട്. സിദ്ദിഖില്ലേ? ഭാമയെ കുറിച്ചാ പറയാൻ എനിക്കറിയാം. എന്താ മൊഴി മാറ്റിയെന്നറിയോ? ഭാമയുടെ മൊഴി എന്തായിരുന്നറിയോ?
എടാ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലൊരു മാധ്യമ പ്രവർത്തനവും മാധ്യമധർമ്മവും കാണുന്നത്. കോടതി വെറുതെ വിട്ട ഒരു വ്യക്തിക്ക് എതിരെ വീണ്ടും തിരിഞ്ഞ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമായിട്ട് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ തന്നെ വേടന്റെ ഇഷ്യൂ ആയിക്കോട്ടെ, മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ കോടതി വെറുതെ വിട്ട വ്യക്തികളുടെ പുറകെ ഓടിച്ചെന്ന് ക്യാമറ വർദ്ധിച്ചിട്ട് നിങ്ങൾക്കെതിരെ ആരാണ് നിന്നത്? നിങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ആരാണ്? നിങ്ങൾക്കെതിരെ ആരാണ് കേസുണ്ടാക്കി? നിങ്ങൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കി ആരാണ്? അവർക്ക് വേണ്ടി നിങ്ങൾ പോകുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പോകുന്ന മാധ്യമ പ്രവർത്തകരെ ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ കേസിൽ മാത്രം അങ്ങനെ ഒരു വ്യക്തി പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു വ്യക്തിയുടെ അടുത്തേക്കല്ല ചോദ്യം, ഇരയാക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. നിങ്ങൾ ദിലീപിനെതിരെ വീണ്ടും കൊടുക്കാത്ത എന്താണ്? ദിലീപ് ഇതിനകത്ത് പ്രതിയല്ലേ? ദിലീപിനെതിരെ കൊടുക്കാത്ത എന്താണെന്ന് ഈ മാധ്യമ പ്രവർത്തകരെ എല്ലാം വിളിച്ചു നിർത്തി ക്യാമറയും വീഡിയോ എടുത്തിട്ടാണോ? അതോ ആ കാറിനകത്ത് ഇവരും ഉണ്ടായിരുന്നോ ഇതുപോലുള്ള കാര്യങ്ങൾ കിടക്കുമ്പോൾ? നിങ്ങൾ ഇത്രയും വിഷ്വലൈസ് ചെയ്ത് സംസാരിക്കാനായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല ഇവരുടെ ഇന്റൻഷൻ എന്താന്നുള്ളൊരു കാര്യം. ഞാൻ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ? പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയില്ലേ? ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ? 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്? എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത്. അന്ന് ഞാൻ അകത്ത് കിടക്കാണ്. 8-ാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടു ചില ചാനലുകൾ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നും ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ്. അത് തന്നെ ഞാനും ചോദിക്കുന്നത്, എന്ത് ആത്മാർത്ഥതയായത്? ഈ ഒരു സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ഇതുപോലെ ആത്മാർത്ഥതയോട് കൂടി പെരുമാറുവോ? എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, ഈ സ്ഥാനത്ത് ഒരു മനക്കെട്ട് ഇല്ലാത്തൊരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ വ്യക്തി പോയി ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിലോ ഇവരെല്ലാം ഉത്തരവാദിത്വം പറയുവോ? വെറുതെ വിട്ടൊരു പ്രതിയെ വീണ്ടും പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി സമൂഹം ഒന്നടങ്കം മാറി നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് ഉണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ആർക്കും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. ഇനി ഞാൻ 1500 പേര് വായിച്ചില്ല കേട്ടോ, ചാറ്റ് GPT-യിലൊക്കെ ഇട്ട് സമ്മറൈസ് ചെയ്താണ് വായിച്ചത്. പറഞ്ഞു ഓരോ കാര്യങ്ങളും ശരിയല്ല. നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം, എന്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്, 16 ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ. ശ്രീ ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ? ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പ് ആയിരുന്നു. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും? ഇനി നിങ്ങൾ തീർച്ചയായിട്ടും തെളിവുകൾ ആസൂത്രിതമായിട്ട് ഉണ്ടാക്കി. ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്തിട്ടുള്ള തെളിവുകൾ പോലും കോടതിയിൽ നിലനിന്നിട്ടില്ല. സംസാരിച്ചിട്ടുള്ള ഇപ്പം ഇരക്കെതിരെ തിരിയാതെ കൂടെ നിന്നു എന്ന് പറഞ്ഞ വ്യക്തികൾ കൊടുത്തിട്ടുള്ള തെളിവുകൾ പോലും കോടതിയിൽ നിലനിന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വ്യക്തമായ തെളിവുകളും സത്യസന്ധമായ കാര്യങ്ങളും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും കോടതിയിൽ നിലനിൽക്കാതിരിക്കത്തില്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഈ ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വാദോരാ സംസാരിക്കുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമായത്. അതായത് പൾസർ സുനി എന്ന പല കുറ്റവും ചെയ്യുന്ന ക്രിമിനൽ, അയാൾ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ദിലീപുമായിട്ട് എന്താ ബന്ധം? അയാൾ ചെയ്യുന്ന ക്രിമിനൽ, അയാൾ വേറെ എത്രയോ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. അയാൾ കൊട്ടേഷൻ പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? സാറേ അല്ല, അതാണ് ഡീറ്റെയിൽസിലേക്ക് തൽക്കാലം പറയുന്നില്ല. കൃത്യമായി ദിലീപിന് ആരാണ് പണി കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കെന്നല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശ്രീ ദിലീപ് ഇറങ്ങി വന്ന് ആദ്യം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല, അത് പറഞ്ഞാൽ വേറൊരു കോൺട്രവേഴ്സി ആവുന്നുള്ളതുകൊണ്ടാണ്. രാഹുൽ ഈശ്വർ സത്യം പറഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം കുറച്ച് പേടിക്കുന്നുണ്ട് കേട്ടോ. രാഹുൽ ഈശ്വറിന്റെ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തുമായിട്ടുള്ള വിഷയത്തിനകത്തൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഒരു കാര്യമില്ലാതെ 10-16 ദിവസം കിടന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വർ എടുത്തിട്ടുള്ള നിലപാടും സംസാരിക്കുന്ന കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ട് കാണും. കാരണം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. ജനങ്ങൾ ഇതേ തോട്ട് പ്രോസസ്സിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പൾസർ സുനി ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇവൻ പ്രതിയാന്ന് പറഞ്ഞാൽ അന്ന് പ്രതിയാ. അതിപ്പം പൾസർ സുനിയുടെ കാര്യം ഈ രാഹുൽ ഈശ്വർ മാത്രം പറഞ്ഞാലല്ല നമുക്ക് മനസ്സിലാവുന്നത്. ഇതേ കാര്യം തന്നെ ലാല് പറയുന്നുണ്ട്. ലാലും ഇതേ സെയിം കാര്യം, അതായത് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കോടതിയിലിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ക്രിക്കറ്റ് കളി ഇന്ത്യ ജയിച്ച സന്തോഷത്തോടെ ഞങ്ങൾ ചാടി ഒന്ന് കൈയടിച്ചു. അടുത്ത നിമിഷത്തിൽ നമ്മൾ ആലോചിക്കുന്നത്
ഇയാൾക്ക് തോന്നുകയാണ് ഇതിന്റെ എല്ലാം പുറകില് ലാലായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പുറകില് ആൻഡോ ആയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. ഈ വ്യക്തി ലാലിനെ ചൂണ്ടിക്കാണിച്ചാലും ലാല് പ്രതിയാവും എന്നൊരു സിറ്റുവേഷൻ ആണ് അവിടെ. പിന്നെ നമ്മൾ ഇതിന്റെ തെളിവുകളെല്ലാം കണ്ടെത്തി മുന്നോട്ട് വരണമെന്ന് പറയുന്നു. ലാലിനകത്ത് ഇൻവോൾവ്മെന്റ് എന്താ? താങ്കളെ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം എന്തുവാ? ഇതൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നതായിട്ടാണല്ലോ എനിക്ക് പല ഭാഗത്തെ സംസാരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അന്ന് ആ സമയത്ത് മീഡിയയിൽ കൊടുക്കുന്ന കാര്യത്തിൽ എവിടെയോ എന്തൊക്കെയോ ചെറിയൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ആദ്യം ഓടിയെത്തത് തന്റെ വീട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാം. അത് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. താങ്കളാണ് ഇതിനകത്ത് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പിടികൂടി കൊടുത്തെന്നും താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൾസർ സുനി എന്ന് പറഞ്ഞൊരു വ്യക്തി എന്തിനാണ് ലാലിനെ ചൂണ്ടിക്കാണിച്ച് ലാലിനകത്ത് പ്രതിയാണെന്ന് പറയേണ്ട ഒരു കാര്യം? അപ്പൊ എവിടെങ്കിലും ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ അതായത് സിറ്റുവേഷൻ. പൾസർ സുനി ആരെ ചൂണ്ടിക്കാണിച്ചാലും ഇവൻ ഇതിനകത്ത് പ്രതിയായിരുന്നു. ആ ഒരു സമയത്ത് കോൺട്രവേഴ്സിയിൽ ഈ പറയുന്ന മഞ്ജു വാര്യർ വന്നിട്ട് ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ മറ്റേ ഡിവോഴ്സ് ആവുന്ന സിറ്റുവേഷൻ നിന്നപ്പോഴത്തേനും ഇൻവോൾവ്മെന്റ് ഒരു ന്യൂസിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതോടുകൂടി കറങ്ങി മറിഞ്ഞ് ഇതെല്ലാം കറക്റ്റ് ദിലീപിന്റെ തലയിലേക്ക് ചെല്ലുകയും ഇതിന്റെ ഗൂഢാലോചന എന്താണെന്നും ഈ ഗൂഢാലോചന എവിടം വരെ പോകുമെന്നെല്ലാം പ്രോപ്പറായിട്ട് പല വ്യക്തികൾക്കും മനസ്സിലായി എന്ന് വേണം. മനസ്സിലായി എന്നതുപോലെ തന്നെ ഇദ്ദേഹം അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇനി ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് ഈ മീഡിയയിലൊക്കെ കിടന്ന് ഇതാ ഒന്ന് കാണിക്കുക. എവിടുന്നോ ഒരു കോടതി വിധി ഒപ്പിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാൽ കേരളം ആകെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കും. അയ്യോ ഞങ്ങളുടെ ജനപ്രിയ നേട്ടാ വന്നാട്ടെ എന്നാണ് ഇവന്മാരുടെ ഒക്കെ ഭാവമെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. ദിലീപിന്റെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമ ഒരു ബസ്സിൽ പ്ലേ ചെയ്തല്ലോ. ഒരു സ്ത്രീ എഴുന്നേറ്റ് നീ വണ്ടിയിൽ ഇത് പ്ലേ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പ്ലേ ചെയ്യാൻ പറ്റില്ല, അവർ വഴക്ക് ഇത് മഹാഭൂരിപക്ഷം പേര് അവരോട് കൂടി ആ സിനിമ നിർത്തേണ്ടി വന്നു. നിങ്ങൾക്ക് ചില പല സാധനങ്ങളും പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും, പക്ഷെ ജനത്തിന്റെ മനസ്സ് എന്ന് പറയുന്നത് വേറെയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചി ബ്യൂറോയിലെ ആൾക്കാർ ഇറങ്ങിപ്പോയിട്ട് ബബ്ബ എന്ന് പറഞ്ഞ സിനിമ പുറത്തു വരുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുന്നു. സ്ത്രീകളോട് മാത്രം ചോദിക്കുന്നു. ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ പെൺകുട്ടികൾക്ക് ഇറങ്ങി അടക്കണമല്ലോ എന്ന ചോദ്യം തിരിച്ചു വയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ കൂടെ കേരളത്തിന്റെ ആകെ ജനവിശ്വാസവും കൂടെ വന്നേക്കും എന്ന വിചാരമൊന്നും വേണ്ട. ഇപ്പോ എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ ഇദ്ദേഹം എന്തോ ടിക്കറ്റ് അതിപ്പോ എന്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമയ്ക്ക് പെരുത്ത ആളായിരുന്നു. അതിന്റെ അഭിപ്രായങ്ങൾ പലതും പല മേഖലയിൽ കൂടെ കറങ്ങി പോകുന്നുണ്ട്. പിന്നെ ഇവരെ സംബന്ധിച്ച് നോക്കൊന്നും വേണ്ട. ഇത് വെറും ഒരു തീട്ട കേസായിട്ടാണ് ഞാനും പല കാര്യങ്ങളിൽ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. ഇത് വെറും ത്രികോണ ഇരുന്ന് അപരാധം പറയുക എന്നത് മാത്രമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് അതായത് പറയുമ്പം അങ്ങ് എക്സ്ട്രീമിറ്റി പറയുക. ഇപ്പം ഹിന്ദുക്കളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ BJP കലർത്തുക, ആ കലർത്തി അതിനെ അങ്ങ് വർഗീയതയിലേക്ക് കൊണ്ട് എത്തിക്കുക എന്ന രീതിയിലേക്ക് കൊണ്ടങ്ങ് മറിക്കുക. ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. രണ്ടാമത്തെ കാര്യം ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിലും വീണ്ടും കുത്തിക്കയറ്റി പലതും കുത്തിക്കയറ്റി എക്സ്ട്രീം ലെവലിൽ കൊണ്ടങ്ങ് അവസാനിപ്പിച്ച് നിർത്തുക. ഇതേ വ്യക്തികൾ തന്നെയാണ് ത്രികോണെ പോയിരുന്നിട്ട് വേടനെ കുറിച്ച് വാദോരാതെ അങ്ങ് സംസാരിച്ചത്. അയ്യോ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മാധ്യമ ധർമ്മവും നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തിയിലുള്ള ഒരു അരിവാങ്ങാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, ആ ത്വരയൊക്കെ കാണുന്ന ജനങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് ഇത്രയും കാണുന്ന ജനങ്ങള് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെയും ഇരയാക്കപ്പെട്ട ആളുടെയും കൂടെ നടക്കുന്ന പല കാര്യങ്ങളും, അവർക്ക് പറയാനുള്ള കാര്യങ്ങളും, അവരുടെ ദയനീയ അവസ്ഥയായിട്ടുള്ള പല കാര്യങ്ങളും കാണുന്ന നിങ്ങൾ ഇതുപോലുള്ള ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ദിലീപ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെ കാണണം. ഇന്ദിരമ്മ ഇപ്പൊ ഇവിടെ വരാനുള്ള കാരണം എന്താണ്? എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ആരെ? ദിലീപേട്ടന്. ആ ചേട്ടാ ദിലീപേട്ടനാണ് വീട് വെച്ചൊക്കെ മിണ്ടില്ലാതെ ആരോടും. ഇത് സംഭവം ഒറ്റ ഒരാളുടെ കാര്യം. എനിക്ക് ഇതിനകത്ത് ദിലീപ് വീട് വെച്ച് കൊടുത്തതിനെക്കാട്ടിലും കൂടുതൽ എന്താണെന്നറിയോ? ആ അമ്മ ആ വീൽ ചെയറിൽ ഇരിക്കുന്ന മോളെ മേടിച്ചത് 200 രൂപയ്ക്കാണ്. കുഴി കുത്തിയിട്ട് മൂടാൻ പോയവർക്ക് 200 രൂപ കൊടുത്തിട്ട് ആ കുഞ്ഞിനെ മേടിച്ചോണ്ട് പോയതാ. ആ കുഞ്ഞിനാണ് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി വീടൊക്കെ വെച്ച് കൊടുത്തത്. ഇത് ഒരാളുടെ മാത്രമല്ല, ഇഷ്ടം പോലെ ആൾക്കാരെ, മുഖം പോലും ഓർമ്മയില്ലാത്ത ഒരുപാട് വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ടും അല്ലാതെയും എല്ലാ സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഈ കേസിന് മുമ്പോട്ട് തന്നെ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നും കുത്തിപ്പൊക്കി എടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഒരു ഭാഗം എല്ലാം ജനങ്ങൾക്കെല്ലാം പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇപ്പോഴും ഈ കേസ് എന്ന് പറഞ്ഞൊരു സാധനത്തിനെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്നു. കോടതി വിധിയെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് റേറ്റ്. ഞങ്ങൾ ഒരു വ്യക്തിയെ പ്രതിയായിട്ട് കണ്ടു കഴിഞ്ഞു, അയാൾ പ്രതി തന്നെയാണ്, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല എന്ന രീതിയിൽ മാത്രം ചിത്രീകരിക്കുന്ന ഒരു ചില പ്രവണത ഉണ്ടല്ലോ ചില വ്യക്തികളുടെ, അത് വളരെ കഷ്ടമാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അരോചകം തോന്നുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്.